ജി സുകുമാരൻ നായർ കേരളത്തിൻ്റെ സ്വത്താണ്. കാണാനെത്തുന്നവരോട് മാന്യമായി പെരുമാറുന്ന ഒരാൾ. പറഞ്ഞത് ചാണ്ടിയുമ്മനാണ്. ആ വർത്തമാനം ഇപ്പോൾ സവിശേഷമായി പറയേണ്ടി വരുന്നതിൻ്റെ കാരണം നമുക്കറിയാവുന്നതുപോലെ KB ഗണേഷ് കുമാർ നമ്മുടെ സുകുമാരൻ നായർ സാറിനെതിരെ വളരെ കടുത്ത ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെയായി രംഗത്ത് വരികയുണ്ടായി. അദ്ദേഹം നിവർന്നു നോക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ ആളുകൾക്കെല്ലാം ജോലി കൊടുത്തു, ചില രേഖകളുണ്ട്, ഞാൻ പുറത്തുവിടും എന്നൊക്കെയാണ് ഗണേഷ് കുമാർ സാർ പറഞ്ഞത്. എനിക്ക് സുകുമാരൻ നായർ സാറിൻ്റെ അഭിപ്രായങ്ങളോടൊക്കെ പലപ്പോഴും വിയോജിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ സാധാരണ പറയുമല്ലോ, പറയുന്ന ആളും പറയപ്പെടുന്ന ആളും തമ്മിലുള്ള അന്തരം ഒരു പരിഗണനാ വിഷയമാണ്. പറയപ്പെടുന്ന ആളിനേക്കാൾ പറയുന്ന ആൾ കുറച്ചുകൂടി കേമനാകുമ്പോഴാണ് ആ പറച്ചിലിൽ ഒരു തൂക്കം വരുന്നത്. നമ്മൾ സാധാരണ ഈ ത്രാസിലൊക്കെ എന്തെങ്കിലും തൂക്കാനായി വെക്കുമ്പോൾ ആദ്യം വെക്കുന്നത് നമ്മൾ വാങ്ങുന്ന മുതലാണ്, പിന്നീടാണ് അതിനനുസരിച്ചുള്ള കട്ടി ഇപ്പുറത്ത് പറക്കി വെക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പറയുന്ന ആൾ ഒരു റെഫറൻസ് പോയിൻ്റ് ആകുമ്പോഴാണല്ലോ പറയപ്പെടുന്ന ആളിനെ അതുമായി താരതമ്യം ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ വീണ്ടും ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന സുകുമാരൻ നായർ സാറിൻ്റെ സ്ഥാനത്ത് ഗണേഷ് കുമാർ സാറിനെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, എന്തായിരിക്കും സ്ഥിതി? നമ്മളൊക്കെ ചില പണക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയത്തില്ലേ, അവൻ എന്തൊരു അഹങ്കാരിയാണ്, അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ, അവൻ വല്ലതും കൊടുത്തിട്ടുണ്ടോ, അവൻ ആരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പദവിയിലിരിക്കുന്നവരെ നോക്കി അവൻ കണ്ടില്ലേ, അവനായപ്പോൾ അവൻ്റെ ഗമ കണ്ടില്ലേ? നമ്മളൊന്ന് ആ സ്ഥാനത്തായി നോക്കണം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അപ്പം കാണിക്കുന്നവൻ്റെ 10 ഇരട്ടി നാറിയായിരിക്കും നമ്മൾ. മനസ്സിലായില്ലേ പറഞ്ഞ്? അപ്പോൾ അതുകൊണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളെവിടെയാണ് നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം വേണം. ഇനി രണ്ടാമത്തെ കാര്യം, സുകുമാരൻ നായർ സാറിന് ഈ പറയുന്ന എല്ലാവർക്കും വിയോജിക്കാൻ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ എന്തെങ്കിലും സ്വത്തുമായി ബന്ധപ്പെട്ടോ, അദ്ദേഹത്തിനെതിരെ വേറെന്തെങ്കിലും അസന്മാർഗിക സംഗതികളുമായി ബന്ധപ്പെട്ടോ വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരാക്ഷേപമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഈ സമൂഹത്തിൽ സർഫസ് ചെയ്തിട്ടില്ല. അദ്ദേഹം അഹങ്കാരം കാണിക്കുന്നു, അദ്ദേഹം തൻ്റെ താല്പര്യക്കാർക്ക് പലതും കൊടുക്കുന്നു, സാധാരണക്കാരെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ്. അതിപ്പോൾ അങ്ങനെയല്ലേ. ആർ ബാലകൃഷ്ണപിള്ള സാർ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവന്നത് ഗണേഷ് കുമാർ സാറിനെയാണ്. വേറെ എത്ര RSP ബിക്കാർ അതിനകത്ത് നിന്ന് വളർന്നു? എത്രയോ പേരതിലുണ്ട്. ആരെങ്കിലും വളർന്നോ? വേറെ ആരെങ്കിലും MLA ആയോ? വേറെ വല്ലൊരു മന്ത്രിയായോ? ഒന്നും ആയില്ല. പുള്ളിക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള സീറ്റുകളെല്ലാം പുള്ളി വിട്ടും കൊടുത്തില്ലേ? അദ്ദേഹം ആരെങ്കിലും വളർത്തിക്കൊണ്ട് വന്നോ? അപ്പോൾ അതുകൊണ്ട് വലിയ സംഗതിയൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ സുകുമാരൻ നായർ സാറിനോട് വൈരാഗ്യമുള്ള ചിലരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും അയാൾ ഒരു അമ്മാവൻ വൈബിലോ അല്ലെങ്കിൽ ഒരു വല്യപ്പൻ വൈബിലോ ഒക്കെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു എന്നുള്ളതല്ലാതെ സവിശേഷമായി ഏതെങ്കിലും പാർട്ടിക്കാരെ എപ്പോഴും പിന്തുണച്ച് അവരെ മടിയിലിരുത്തി അവരെ കളിപ്പിച്ച് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിനോട് വിധേയപ്പെട്ടും അദ്ദേഹത്തിനോട് സ്നേഹത്തിലും ചേർന്ന് നിൽക്കുന്നവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു. അത് പുള്ളിയുടെ മാത്രം ഒരു കുഴപ്പമൊന്നുമല്ല, രാഷ്ട്രീയത്തിലും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ, എവിടെയും അങ്ങനെയാണല്ലോ. നമ്മളോട് ഏറ്റവും കൂടുതൽ കടപ്പാടും സ്നേഹവും ഇഷ്ടവും പ്രകടിപ്പിക്കുന്നവരോടാണ് നമ്മൾ തിരിച്ചും കൂടുതൽ സ്നേഹവും ഇഷ്ടവും പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമൊക്കെ മാറി ആ സ്ഥാനത്ത് വേറൊരാൾ വന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം അറിയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം സുകുമാരൻ നായർ സാറിനോടൊപ്പം തന്നെയാണ്. വിയോജിപ്പോടെയും വിരോധമുള്ളത് പറഞ്ഞും വിമർശിക്കേണ്ടത് വിമർശിച്ചു.